വെൽക്കം ബാക്ക് ടു ഇജുവാലെ 2.0. പ്ലസ് ടു ഇക്കണോമിക്സ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവരും നിർബന്ധമായും പഠിക്കേണ്ട ഒരു 10-11 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഫ്രം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച പ്രോബ്ലംസുകളും വരുന്ന എല്ലാ ഒരുവിധം മുമ്പുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കണ്ടിട്ടുള്ള പ്രോബ്ലംസുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 8 മാർക്ക് വരെയുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആൻസർ നമുക്ക് ഒപ്പം ചെയ്ത് പോവാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാന്നുള്ളതും 2 മാർക്കിന്റെ ആൻസർ എങ്ങനെ ചെയ്യാം എന്നുള്ളതും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് CRR is 25%, ഫൈൻഡ് ദ വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ. ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയണം. CRRനെ 25% ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 25/100 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 25%നെ നമുക്ക് പോയിന്റ് വൈസിലേക്ക് മാറ്റാനായിട്ട് അറിയണം. 0.25 ആണ് CRR. ഇത്ര 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെയാ ചെയ്യാം? നമുക്ക് CRR തന്നിട്ടുണ്ട്. CRR എന്ന് പറയുന്നത് ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മണി മൾട്ടിപ്ലയർ ആണ്. ഇതിന് 2 മാർക്കാണ്. മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയണം. മണി മൾട്ടിപ്ലയർ ഈക്വൽ ടു 1/CRR ആണ്. 1/CRR എന്ന് പറയുന്നത് നമ്മൾ 1/0.25 ആക്കി മാറ്റിയിരുന്നു. ദാറ്റ് ഈസ് 4 ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ മണി മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ ഇതിന്റെ 1 മാർക്ക്, കണ്ടുപിടിക്കുന്നതിന് 1 മാർക്കാണ്. 25% തന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. 25%നെ പോയിന്റിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. Okay, then second question ആണ്, Jomon wants to buy rice and wheat with an income of 120. Price are 15 and 20. Find horizontal intercept, vertical intercept, slope, budget line equation. 4 മാർക്കാണ് ക്വസ്റ്റ്യനിൽ. ഇതിലെ പ്രൈസ് ഓഫ് ഗുഡ് 1 എന്ന് പറയുന്നത് 15ഉം പ്രൈസ് ഓഫ് ഗുഡ് 2 എന്ന് പറയുന്നത് 20 ആണ്. ഇൻകം ഓഫ് ദി കൺസ്യൂമർ 120 ആണ്. ഹൊറിസോണൽ ഇന്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ, സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻസ് എല്ലാം അറിയണം. നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടതൊക്കെ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് ഇൻകം ഓഫ് ദി കൺസ്യൂമർ തന്നിട്ടുണ്ട്. ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഈക്വൽ ടു 120 ആണ്. ഓക്കെ, 120 ആണ് നമ്മുടെ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ദെൻ പ്രൈസ് ഓഫ് ഗുഡ് 1 എന്ന് പറയുന്നത് 15 ആണ്. പ്രൈസ് ഓഫ് ഗുഡ് 2 എന്ന് പറയുന്നത് 20 ആണ്. ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ്? P1x1 plus P2x2 ഈക്വൽ ടു M ആണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പൊ P1 എന്ന് പറയുന്നത് 15x1 പ്ലസ് P2 എന്ന് പറയുന്നത് 20x2 ഈക്വൽ ടു 120. അപ്പൊ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയി. ഓക്കെ, ഇത് നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവരും എഴുതാട്ടോ. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് M/P1 ആണ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് M എന്ന് പറഞ്ഞാൽ 120 ആണ്. P1 എന്ന് പറയുന്നത് 15 ആണ്. കം ടു 8. ഓക്കെ, ദെൻ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ M/P2 ആണ്. 120/20 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 6. ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള സ്ലോപ്പിന്റെ ഇക്വേഷൻ അറിയണം. നെഗറ്റീവ് P1/P2 ആണ്. P1 എന്ന് പറയുന്നത് 15/20 ആണ് വരിക. ഈക്വൽ ടു 0.75 ആണ് വരിക നെഗറ്റീവ്. ഓക്കെ, ഇതാണ് 4 ഇക്വേഷൻ. ഇതിന് 1/2 മാർക്ക് ഉണ്ടായിരിക്കും. നമുക്ക് ആൻസർ കണ്ടുപിടിക്കുന്ന 1/2 മാർക്ക്. അപ്പോൾ 1, 2, 3, 4 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് കഴിഞ്ഞ മോഡൽ എക്സാമിന് പോയിരുന്നു. ഇക്വേഷൻ വരയ്ക്കാനും ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനും ഒപ്പം അതിന്റെ ഇൻകം ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ചോദിച്ചിട്ട് നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പോയിരുന്നു കേട്ടോ. അപ്പൊ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ തേർഡ് 1 ആണ്,
ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ആൻഡ് ദ മാർക്കറ്റ് സപ്ലൈ കർവ് ആർ ഗിവൺ ബിലോ. നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഡിമാൻഡ് ഫംഗ്ഷനും തന്നിട്ടുണ്ട്, സപ്ലൈ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈ അല്ലെ. ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആണ് നമ്മുടെ എന്താ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് QD ഈസ് ഈക്വൽ ടു QS ആണ്. നമുക്ക് QD എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. QD 50 മൈനസ് 2Pയും QS 50 മൈനസ് 2Pയും അതുപോലെ തന്നെ QS എത്രയാണ്? 10 പ്ലസ് 2P ആണ്. നമ്മൾ ഇതേപോലെ എഴുതാം. കാരണം ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനിങ്ങനെ എഴുതിയത്. 50 മൈനസ് 2P ഈക്വൽ ടു 10 പ്ലസ് 2P. ഇനി ഇത് എന്ത് ചെയ്യാം? 50 മൈനസ് 10, കാരണം എന്താ 10നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ 2Pയുടെ കൂടെ ഈ മൈനസ് 2Pന് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 2P ആവും. ദെൻ നമുക്ക് എത്രയും 40 ഇവിടെ വരും, ഇവിടെ 4P വരും. ദ പ്രൈസ് ഈക്വൽ ടു 40/4 കംസ് ടു 10 റുപ്പീസ്. ഇത് ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. ഇനി ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് കിട്ടിയില്ല, ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇനി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. 50 മൈനസ് 2Pയിൽ ഇട്ട് കൊടുക്കുക. പീനെ 50 മൈനസ് 2 ഇൻറ്റു 10 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 50 മൈനസ് 20 ആണ്, കംസ് ടു 30 റുപ്പീസ്. 30 സപ്ലൈ വരിക, 30 കിലോഗ്രാമോ അല്ലെങ്കിൽ സപ്ലൈയുടെ ക്വാണ്ടിറ്റി ആണ് വരിക. ഇനി ഇതിന് നമുക്ക് മറ്റേ ഇട്ട് കൊടുത്താലും സെയിം തന്നെ ആയിരിക്കും കേട്ടോ. 10 പ്ലസ് 2Pയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 10 പ്ലസ് 2 ഇൻറ്റു 20, 10 പ്ലസ് 20 ഈക്വൽ ടു 30. കണ്ടോ, ഏതിലിട്ട് കൊടുത്താലും 30 തന്നെ ആൻസർ വരിക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, 3 മാർക്കാണ്, കളയരുത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് The price of potato falls from 100 to 75. അതായത് പൊട്ടറ്റോയുടെ പ്രൈസ് 100ൽ നിന്ന് 75 ആയി. അപ്പോൾ P0, നമുക്ക് P0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രൈസ് ആണ്. ആദ്യത്തെ പ്രൈസ് നമുക്ക് അറിയണം. ആദ്യത്തെ പ്രൈസ് എത്രയാണ്? P0 എന്ന് പറയുന്നത് 100 ആണ് അല്ലേ. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 100 ആണ്. പൊട്ടറ്റോയുടെ ചേഞ്ച് ആയത് 100 ആണ്. അപ്പോൾ P0 100 ആണ്. ദെൻ ഇത് P1 ആണ്, 75. As a result, demand increases from 10 to 50. അപ്പോൾ Q0 ഏതാണ്? 10 ആണ്. അപ്പോൾ 10ൽ നിന്ന് 15ലേക്ക് മാറി Q1. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ P0ഉം Q0ഉം ഒക്കെ നമുക്ക് തെറ്റരുത്. ആദ്യത്തെ പ്രൈസിനെയാണ് നമ്മൾ P0 എന്ന് പറയാം, ആദ്യത്തെ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ Q0 എന്ന് പറയാം. P1 എന്നുള്ളത് പുതിയ പ്രൈസ്, Q1 എന്നുള്ളത് പുതിയ പ്രൈസ്. പുതിയതും പഴയതും തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ആൻസർ കറക്റ്റ് ആവില്ല. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു. നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P0 ബൈ Q0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഡെൽറ്റ P ബൈ ഡെൽറ്റ Q ഇൻറ്റു P0 ബൈ Q0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിലെ ഡെൽറ്റ Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിൽ വന്ന ചേഞ്ചസ് ആണ്. ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ആണ്. ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി. ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാം. 15 നിന്ന് 10 ആയി. അപ്പോൾ 15 മൈനസ് 10 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 5 ആണ്. ഇനി ഡെൽറ്റ P എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ പ്രൈസ് ആണ്. ചേഞ്ചസ് ഇൻ പ്രൈസ് ആണ്. ചേഞ്ചസ് ഇൻ പ്രൈസ് 100 എന്നുള്ളത് 75 ആയെന്നല്ല പറഞ്ഞത്. അപ്പോൾ 100 മൈനസ് 75 ഈക്വൽ ടു 25. നമ്മൾ എന്ത് ചെയ്യുക? ഡെൽറ്റ Q എന്ന് പറയുന്നത് എത്രയാണ്? ഡെൽറ്റ Q എന്ന് പറയുന്നത് 5 ആണ്. ഡെൽറ്റ P 25 ആണ്. ഇൻറ്റു P0 എന്ന് പറയുന്നത് 100ഉം Q0 എന്ന് പറയുന്നത് നമുക്ക് 75 ആണ്. Q0 75 അല്ല, Q0 10 ആണ്. ഓക്കെ, Q0 എന്ന് പറയുന്നത് 10 ആണ്. Q0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10ഉം ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100ഉം ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10ഉം ആണ്. ഓക്കെ, നമ്മളിത് എന്ത് ചെയ്യാതെ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് ഡയറക്റ്റായിട്ട് 5 ഇവിടെ നമുക്ക് 2 ആണ് ആൻസർ വരിക. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 500 ഡിവൈഡഡ് ബൈ 250 ആണ് വരിക. 2 ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് കേട്ടോ.
ഇതേപോലെ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി നോട്ട് ബൈ ക്യൂ നോട്ട് ആണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഇത് തന്നെയാണ് നമുക്ക് സപ്ലൈയിലും ഇക്വേഷൻ വരിക. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ്. ഈ ചേഞ്ചസും പി നോട്ടും ക്യൂ നോട്ടും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് 3 മാർക്കിൻ്റെ തന്നെയാണ്. നെക്സ്റ്റ് വൺ, ഇൻ എ 2-sector economy MPS ഈസ് 0.6. ഫൈൻഡ് ദ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ ചോദിച്ചിരിക്കുന്നത്. MPS ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ വരുന്നത് പി നോട്ട് അല്ല, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഈക്വൽ ടു ഇക്വേഷൻസ് പഠിക്കും. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഈക്വൽ ടു 1/MPS ആണ്. 1/MPS എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇത് MPC ആണ്. 1/MPS ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇത് MPC ആണ് കേട്ടോ. MPC ആണ് നമുക്ക് 0.6 തന്നിരിക്കുന്നത്. ഓക്കെ, MPC ആണ് നമുക്ക് തന്നിരിക്കുന്നത് 0.6. MPC ആണ് 0.6. ഓക്കെ, MPC ആണ് 0.6. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ 1/MPS ആണ്. അപ്പോൾ MPS എങ്ങനെ കണ്ടുപിടിക്കാം? MPS കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം 1 - 0.6 ദാറ്റ്സ് ഈക്വൽ ടു 0.4. ഇനി എങ്ങനെയാണ് ഈ 0.4 വന്നത്, ഈ 1 എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് MPS എന്നുള്ളത്. MPS കണ്ടുപിടിക്കാനായിട്ട് MPC -1, അതായത് 1 - MPC. MPCയും MPSും കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. ഇത് പഠിച്ചാലാണ് നമുക്ക് MPCയുടെയും MPSന്റെയും ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ MPS തന്നാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1-ൽ നിന്ന് കുറച്ചാൽ മതി. MPC തന്നാൽ 1-ൽ നിന്ന് MPS കുറച്ചാൽ മതി. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് 1 ആയിരിക്കും ആൻസർ. ദെൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ എല്ലാം 1/1 - C 1/1 - C എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അതായത് 1/1 - C. ഈ C എന്ന് പറയുന്നത് MPCനെയാണ് കേട്ടോ. അതിന് നമ്മൾ 1/MPS എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നത്. MPSും MPCയും കൂട്ടി കഴിഞ്ഞാൽ 1 ആണ്. ഇതാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ആൻസർ. അത് വെച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള ആൻസർ കണ്ടുപിടിക്കാം. ദെൻ നെക്സ്റ്റ് 1 ആണ്. ഇതിൻ്റെ ആൻസർ മിസ് ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, ടോട്ടൽ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് ഏവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റ് ആണ്. ഏവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് TP/Q ആണ്. മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് TP2 - TP1, അതായത് 2-ൽ നിന്ന് 1 കുറയ്ക്കാം. ഇനി APയുടെ ആൻസർ എത്രയായിരിക്കും? 0/0 എത്രയാണ്? ഫസ്റ്റ് ആൻസർ നമുക്ക് നെഗറ്റീവ് തന്നെയാണ് വരാറ്. ദെൻ നെക്സ്റ്റ് 1 എത്രയാണ്? AP 3/1 ആണ് അല്ലേ. 3/1 നമുക്ക് എത്രയാണ് വരിക? 3/1 നമുക്ക് 0.1.5 ആണ് വരിക. 3/1 കാരണം എന്താ? TP/Q ആണ് നമ്മുടെ AP എന്ന് പറയുന്നത്. Then 10/2 5, then 18/3 6, 24/4 6, then 29/5 5.8. ഇതെങ്ങനെയാണ് കിട്ടിയത്? TP/Q ചെയ്തിട്ടാണ് കേട്ടോ. അതായത് 3/1, 10/2, 18/3, 24/4, 29/5 ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് AP കിട്ടിയത്. ഇനി MP കണ്ടുപിടിക്കാനായിട്ട് TP2 - TP1, അതായത് രണ്ടാമത്തിൽ നിന്ന് ഒന്നാമത്തെ കുറയ്ക്കുക. ഫസ്റ്റ് തന്നെ വാല്യൂ ഉണ്ടാവില്ല. 3 - 0 3, 10 - 3 7, 18 - 10 8, 24 - 18. 24 - 18 എന്ന് പറയുന്നത് 18 ആണ്. 29 - 8, 29 - 8 എന്ന് പറയുന്നത് 29 - 24, 29 - 24 എന്ന് പറയുന്നത് 5 ആണ്. ഇങ്ങനെ മേലേക്ക് കുറച്ച് വരുന്നതാണ് MP. 2 മാർക്സ് ആണ്, കളയരുത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവരാറുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇവിടെ നല്ല രീതിയിൽ മിസ് ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യുന്നത്. ഇതിൽ തന്നെയാണ് ഞാനിത് ചെയ്യാമെന്നായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതേപോലെ ഇക്വേഷൻസ് അറിയണം.
ഇതിൽ 8 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 6 മാർക്ക് ഇത് കണ്ടുപിടിക്കുന്നതിനും 7ഉം 8ഉം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക നിങ്ങൾക്ക് TFC TC കർവുകൾ വരയ്ക്കാനായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട കുറേ കാര്യം TFC കർവ് പാരലൽ ടു സ്ട്രേറ്റ് ലൈൻ ടു പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഇവിടെ നിന്ന് തുടങ്ങുന്നത് TVCയും ഇവിടെ നിന്ന് തുടങ്ങുന്നത് TC ആയിരിക്കും. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം. പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ളതാണ്. TFC എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, TVC എന്ന് പറയുന്നത് TCയിൽ നിന്ന് TFC കുറയ്ക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ AFC എന്ന് പറയുന്നത് TFC ബൈ Q ആയിരിക്കും. AVC എന്ന് പറയുന്നത് TVC ബൈ Q ആയിരിക്കും. SAC എന്ന് പറയുന്നത് TC ബൈ Q ആയിരിക്കും. SMC എന്ന് പറയുന്നത് TC2 മൈനസ് TC1, അതായത് നേരത്തെ പോലെ കുറച്ച് വരും. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് TC തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ 0 ഔട്ട്പുട്ടിൽ എല്ലാതും 0 ആയിരിക്കും എക്സെപ്റ്റ് TFC എന്ന് പറയുന്നത് ഔട്ട്പുട്ട് 0 ആണ് എങ്കിലും നമുക്കൊരു TFC ഉണ്ടായിരിക്കും, ബാക്കി എല്ലാം 0 ആയിരിക്കും. അപ്പൊ TC എന്ന് പറയുന്നത് TFC പ്ലസ് TVC ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് 60 ആണ് വാല്യൂ വരിക. എങ്ങനെയാണ് വരിക? TC തന്നിട്ടുണ്ട് 16 ആണ്. അപ്പൊ TC എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം, TC എന്ന് പറയുന്നത് TVC പ്ലസ് TFC ആണ്. TVC പ്ലസ് TFC ആണ്. ഇനി ഇതിൽ AFC ആണ് തന്നത് എങ്കിൽ നമുക്ക് എന്താണോ തന്നത് അതിൽ നിന്ന് ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അറിയണം. ഇപ്പൊ നമുക്ക് TFC കിട്ടി. ഇനി TFC സെയിം ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസിലും നമുക്ക് 16 തന്നെ ഇട്ട് കൊടുക്കാം. കാരണം എന്താണ്? TFC എന്ന് പറയുന്നത് സെയിം ആണ്. ഇപ്പൊ TFC കിട്ടി, TC കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? TVC കിട്ടാനായിട്ട് TCയിൽ നിന്ന് TFC കുറയ്ക്കാം. 19 മൈനസ് 60 30, 100 മൈനസ് 16 40, 100 not 5 60 45, 160 minus 60 56, and 135 minus 60 75, and 180 minus 60 120. ഓക്കെ, 120. ഇങ്ങനെയാണ് TVC കണ്ടുപിടിച്ചു. ഇനി AFC കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? TFC ബൈ Q, 60 by 0 0, then 60 by 1 60, 60 by 2 30 ഉണ്ടോ, then 60 by 3 20, then 60 by 4 15, then 16 by 5 12, and 16 by 6 10. ഓക്കെ, AVC കണ്ടുപിടിക്കാൻ TVC ബൈ Q ഫസ്റ്റ് വാല്യൂ ഇല്ല. 30 by 1 30, 40 by 2 20, 45 by 3 15, 56 by 4 14, and 15 and 15 കഴിഞ്ഞാൽ then 20 ഉണ്ടോ, TVC ബൈ Q. ഇനി SAC എന്ന് പറയുന്നത് TC ബൈ Q ആണ്. 90 by 1 19, 100 by 2 15, 105 by 3 35, 105 by 3 35 വരും. അങ്ങനെ നമ്മൾ ഓരോന്നും 29 വരും, 27 വരും, then 30 വരും. SMC എന്ന് പറയുന്നത് TC2 മൈനസ് TC1 അല്ലെ. 90ൽ നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ 30 ആണ്. 100ൽ നിന്ന് 90 കുറച്ച് കഴിഞ്ഞാൽ 10 ആണ്. 105ൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ 5 ആണ്. 116ൽ നിന്ന് അത് കുറച്ച് കഴിഞ്ഞാൽ 11 ആണ്. 135ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 19 ആണ്. 180ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 45 ആണ്. കേട്ടോ, ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് 5 മാർക്കിനും വരാം, 8 മാർക്കിനും വരാം. നല്ല എളുപ്പമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആരും തന്നെ സ്കിപ്പ് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പാടില്ല. നിങ്ങൾ ജയിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. ജയിപ്പിക്കാവുന്ന സ്റ്റുഡൻസ്, കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കാൽക്കുലേറ്റ് GDP ഫ്രം ദി ഫോളോയിങ് ബൈ യൂസിങ് 2 മെത്തേഡ്സ്. 2 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളോട് GDP കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതാ മെത്തേഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നോക്കി വെക്കാം. പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഇമ്പോർട്ട് എക്സ്പോർട്ട്, റെന്റ് തന്നിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, വേജസ് ആൻഡ് സാലറീസ് തന്നിട്ടുണ്ട്. ദെൻ ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ. ഈ പ്രോഫിറ്റ് ഇങ്കാണ്, റെന്റ് ഇങ്കാണ്, ഇൻട്രസ്റ്റ് ഇങ്കാണ്, വേജസ് ഇങ്കാണ്. അപ്പോൾ ഇതെന്ത് മെത്തേഡായിരിക്കും? ഇൻകം മെത്തേഡ്. അപ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇൻകം മെത്തേഡാണ്. രണ്ടാമത്തത് എന്ത് മെത്തേഡായിരിക്കും? എക്സ്പെൻഡിച്ചർ മെത്തേഡായിരിക്കും. അപ്പോൾ നമുക്ക് 2 മെത്തേഡിലും സിമ്പിളായി കണ്ടുകൂടെ? ഇൻകം മെത്തേഡ് വഴി നമ്മൾ കാണാം. നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻകം മെത്തേഡ് വഴി നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? GDP കാണാനായിട്ട് ഇൻകം മെത്തേഡ്
ഇൻകം മെത്തേഡിൽ GDP കാണാൻ വേജസ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് റെൻറ്റ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വേജസ് നമുക്ക് തന്നിട്ടുണ്ട്, വേജസ് സാലറി 350 ആണ്, പ്രോഫിറ്റ് 200 ആണ്, ഇൻട്രസ്റ്റ് 150 ആണ്, റെൻറ്റ് 300 ആണ്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും. ഇതെല്ലാം ക്രോർസിലാണ് തരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, എത്രയേ ഉണ്ടാവുള്ളൂ ഒരു ഇന്ത്യയിലും ചോദിക്കുമ്പോൾ. ഇത് ക്രോർസിലാണ്, 100 crores നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം. ഇനി ഇൻകം മെത്തേഡ് കഴിഞ്ഞു. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ കാര്യമൊന്നുമില്ല അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇക്വേഷൻ എതിരെ ഒരു മാർക്ക് ഉണ്ട്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മുടെ എല്ലാ എക്സ്പെൻഡിച്ചറും ആഡ് ചെയ്യാം. കൺസംഷൻ ഉണ്ട്, ഹൗസ് ഹോൾഡിൻ്റെ എക്സ്പെൻഡിച്ചർ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഫേമിൻ്റെ എക്സ്പെൻഡിച്ചർ ആണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. പ്ലസ് എക്സ് മൈനസ് എം, ഇമ്പോർട്ട്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇവിടെ കൺസംഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കൺസംഷൻ നമുക്ക് 400 ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് 300 ആണ്, ദെൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നമുക്ക് 200 ആണ്, പ്ലസ് എക്സ് മൈനസ് എം എന്ന് പറയുന്നത് 250 മൈനസ് 150 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരാം 700, 900, 100, 1000 തന്നെയാണ് കേട്ടോ. 1000 crores ആണ് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ GDP കാൽക്കുലേഷൻ കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നുള്ളതായിരുന്നു, തന്നിരിക്കുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് വൺ ആണ് ഫോളോയിങ് ആർ ബേസ്ഡ് ഓൺ BOP അക്കൗണ്ട്. BOP ആണ്. BOP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മോർ ദാൻ ബ്രോഡ് കൺസെപ്റ്റ് ആണ്. നിങ്ങൾ അപ്പം മനസ്സിലാക്കണം ഈ BOP എന്താ BOT എന്താന്ന് അറിയാത്ത സ്റ്റുഡൻസിനൊന്നും ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. BOP ആൻഡ് BOT ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ മിസ് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. BOP എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഓൾ റിലേറ്റഡ് നമുക്കതിൽ വരും. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ ട്രാൻസാക്ഷനും ഗുഡ്സും സർവീസസും എല്ലാം BOP-ൽ വിടും. BOT എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലി വിസിബിൾ ഐറ്റംസ് മാത്രമേ നമുക്ക് വരുള്ളൂ. അപ്പൊ BOP-യുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഇമ്പോർട്ട് ഗുഡ്സ്, എക്സ്പോർട്ട് ഗുഡ്സ്, ഷിപ്പിംഗ്, ട്രാവലിംഗ്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ബാലൻസ് ഓഫ് ട്രേഡ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് വിസിബിൾ ഐറ്റംസ് മാത്രമാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. വിസിബിൾ എക്സ്പോർട്ട് മൈനസ് വിസിബിൾ ഇമ്പോർട്ട് ആണ് ബാലൻസ് ഓഫ് ട്രേഡിന്റെ ഇക്വേഷൻ. വിസിബിൾ എക്സ്പോർട്ട് മൈനസ് വിസിബിൾ ഇമ്പോർട്ട്. വിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കാണാൻ കഴിയാവുന്നത്. അപ്പൊ ഗുഡ്സ് എന്ന് പറയുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഗുഡ്സിന്റെ എക്സ്പോർട്ടിൽ നിന്ന് ഗുഡ്സിന്റെ ഇമ്പോർട്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? BOT കിട്ടും. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അയ്യോ BOT-യുടെ ഇക്വേഷൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യാം? BOT എന്ന് പറയുന്നത് എന്താണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. BOT എന്ന് പറയുന്നത് വിസിബിൾ എക്സ്പോർട്ട് മൈനസ് വിസിബിൾ ഇമ്പോർട്ട്. വിസിബിൾ എക്സ്പോർട്ട് മൈനസ് വിസിബിൾ ഇമ്പോർട്ട്. ഇനി വിസിബിൾ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കാണാൻ കഴിയാവുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഗുഡ്സിനെയാണ് പറയുന്നത് കേട്ടോ, ഗുഡ്സിന്. അപ്പൊ ഗുഡ്സിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പൊ ഇതാ ക്വസ്റ്റ്യനില് ഷിപ്പിംഗ് ഉണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്. ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം ഗുഡ്സ് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പൊ ഗുഡ്സിന്റെ എക്സ്പോർട്ട് 5000 മൈനസ് 3000 ഉണ്ടോ? 5000 മൈനസ് 3000 ഈക്വൽ ടു 2000. ഇതാണ് BOT. ഓക്കെ, BOT ഇങ്ങനെയാണ് ആൻസർ വരിക. 2 മാർക്സ് ആണ്. കൺസിഡർ ചെയ്യുന്നതിനും ഇക്വേഷൻ എതിനും 1 മാർക്ക് ഉണ്ടാവും, കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 മാർക്ക് ഉണ്ടായിരിക്കും. ദെൻ പിന്നീടാണ് GDP അറ്റ് കറന്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 5000. GDP അറ്റ് ബേസ് ഇയർ അതായത് 2010 തന്നിട്ട് 2016 2010 തന്നിട്ടുണ്ട്. 4000 ആണ് 2016 വാല്യൂ എന്ന് പറയുന്നത്. ദെൻ കാൽക്കുലേറ്റ് GDP ഡിഫ്ലേറ്റർ ആൻഡ് കമന്റ്. അപ്പോൾ ഇവിടെ GDP ഡിഫ്ലേറ്ററിന്റെ ഇക്വേഷൻ അറിയണം. അപ്പോൾ നമുക്ക് GDP ഡിഫ്ലേറ്റർ ഈക്വൽ ടു കറന്റ് ഇയർ GDP, അതായത് നമ്മൾ കറന്റ് ഇയർ GDP റിയൽ GDP ഡിവൈഡ് ബൈ നോമിനൽ GDP, അങ്ങനെ നമ്മൾ ഇക്വേഷൻ വരാം. റിയൽ GDP ഡിവൈഡഡ് ബൈ നോമിനൽ GDP ഇൻറ്റു 100, ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ കറന്റ് ഇയറിൽ GDP എന്ന് പറയുന്നതിനെയാണ് GDP ക്യാപിറ്റൽ ലെറ്റർ, മറ്റേത് GDP സ്മോൾ ലെറ്റർ ഇൻറ്റു 100, ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരിക. കറന്റ് ഇയറിൽ GDP എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനുണ്ട് 5000 ആണ്. ബേസ് ഇയർ മുന്നത്തെ വർഷത്തെ ബേസ് ഇയർ മുമ്പത്തെ വർഷത്തെ GDP തന്നിട്ടുണ്ട്, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 125% ആണ് നമുക്ക് ആൻസർ വരിക. ഇതിനെ കമൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് 100ന്റെ മുകളിലാണ് വന്നത് അല്ലെ, 25% കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് എഴുതേണ്ടതെന്ന് അറിയോ? നമ്മളിവിടെ എഴുതേണ്ടത് പ്രൈസ് ലെവൽ ഇൻക്രീസ്ഡ്
25% ദാൻ ബേസ് ഇയർ. മുന്നത്തെ വർഷത്തേക്കാൾ 25% പ്രൈസ് ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇങ്ങനെ കമൻ്റ് ആയിട്ട് എഴുതിയാലാണ് നമുക്ക് ആ 3 മാർക്സ് അവിടെ കിട്ടുള്ളൂ. ഇക്വേഷന് 1 മാർക്ക്, കമൻറ്റ് ചെയ്യണതിന് 1 മാർക്ക്, കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക്. ഓക്കെ. ദെൻ ലാസ്റ്റ് 1 ആണ് ഒരു 10th ക്വസ്റ്റ്യൻ നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞു. ആക്ച്വലി 10 ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു. പക്ഷേ 11ാമത്തെ ചോദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് ബഡ്ജറ്റ് സെറ്റ് കണ്ടുപിടിക്കാനാണ്. നമുക്ക് മോഡൽ എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നതാണ് കൺസംഷൻ ബണ്ടിൽസ് എഴുതാനായിട്ട് ബഡ്ജറ്റ് സെറ്റ്. അതായത് ബണ്ടിൽസ് എഴുതാനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരിക. അപ്പോൾ ബണ്ടിൽസ് എങ്ങനെ എഴുതാം? ഇൻകം തന്നിട്ടുണ്ട് 30 ആണ്. ഒരു ഗുഡിൻ്റെ പ്രൈസ് 10, ഒരു ഗുഡിൻ്റെ പ്രൈസ് 5. അപ്പോൾ നമ്മൾ മാക്സിമം 10 എന്ന് പറയുന്നത് ഇപ്പോൾ ഗുഡ് 1 അത്ര മാത്രം ഒറ്റയ്ക്ക് വാങ്ങാം. ഗുഡ് ഇപ്പോൾ ഇയാളുടെ ചോയ്സ് ആണ്, ഗുഡ് 1 വാങ്ങാം, ഗുഡ് 2 വാങ്ങാം. അപ്പം നമ്മൾ ആദ്യം ഗുഡ് 1 3 കിലോ വരെ വാങ്ങാം അല്ലേ? ആർക്ക്? കൺസ്യൂമറിന്. കാരണം എന്താ? 30 ആണ്. ഗുഡ് 2 എത്ര കിലോ വരെ വാങ്ങാം? 6 കിലോ വരെ ഗുഡ് 2 വാങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ഗുഡ് 1 ഗുഡ് 2 മാത്രം നമുക്കൊന്ന് എഴുതി വയ്ക്കാം. എങ്ങനെയാണ്? 10 വാങ്ങാം, 20 വാങ്ങാം, അതുപോലെ 30 വാങ്ങാം. കാരണം എന്താ? ഇത് ഗുഡ് 1 ആണ് കേട്ടോ. ഇത് 1 കിലോ വാങ്ങാതിരിക്കാം, 2 കിലോ വാങ്ങാം, രണ്ടാമത്തെ ഗുഡ് വാങ്ങാതിരിക്കാം, 3 കിലോ വാങ്ങാം, മൂന്നാമത്തെ ഗുഡ് വാങ്ങാതിരിക്കാം. ഇത്രയേ പറ്റുള്ളൂ. രണ്ടാമത്തെ ഗുഡ് 2 വെച്ചിട്ട് നമുക്ക് എഴുതാം. 01 വാങ്ങാം, 02 വാങ്ങാം, 03 വാങ്ങാം. അത് 6 വരെ പോകും. കാരണം എന്താ? കാരണം അത് 6 കിലോ വരെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അത് 6 കിലോ വരെ. അപ്പോൾ 2 ഗുഡും നമ്മൾ ഓരോന്ന് എഴുതി. ഇനി നമ്മൾ 1 വെച്ച് നോക്കാം. 1 കിലോ ഒരു ഗുഡ് വാങ്ങി, അങ്ങനെ വാങ്ങിയാലും 10-15 വരുള്ളൂ വില. ഇനി ഇത് 2 കിലോ വാങ്ങി, അപ്പോൾ അത് എത്ര? ഇത് 1 കിലോ വാങ്ങി, ഇത് 2 കിലോ വാങ്ങി, പറ്റൂലോ? ഇത് 1 കിലോ വാങ്ങി, ഇത് 3 കിലോ വാങ്ങി, പറ്റൂലോ? കാരണം എന്താ? ഇപ്പം ഇവിടെ 10 രൂപ വന്നിട്ടുള്ളൂ. ഇവിടെ എത്രയാണ്? 10ഉം 15 എത്ര വന്നിട്ടുള്ളൂ? 25 വന്നു. ഇനി ഇത് 1 കിലോ വാങ്ങിയിട്ട് അത് 4 കിലോ വാങ്ങാൻ പറ്റും. ഇത് 1 കിലോ വാങ്ങുമ്പോൾ 10 രൂപയായി, അത് 4 കിലോ വാങ്ങുമ്പോൾ 20 രൂപയായി. കണ്ടോ? ഇപ്പോൾ ഒരു സാധനം നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇത് 1 കിലോ വാങ്ങി 10 രൂപ, ഇത് 4 കിലോ വാങ്ങി രണ്ടാമത്തെ ഗുഡ്, അപ്പോൾ എത്രയാണ്? 20. അപ്പോൾ ഇവിടെ 30 കറക്റ്റായി. ഇനി നമുക്ക് അധികം രണ്ടാമത്തെ ഗുഡ് വാങ്ങാൻ പറ്റില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഗുഡിനെ തിരിച്ച് നോക്കി നോക്കാം. ഒന്നാമത്തെ ഗുഡ് നമുക്ക് 2 കിലോ, ഇത് തന്നെ തിരിച്ചിടാം. 2 കിലോ വാങ്ങാം, ഇത് 3 കിലോ വാങ്ങാം, ഇത് 3 കിലോ വാങ്ങാം, ഇത് 0 വാങ്ങാം. നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൺസംഷൻ ബണ്ടിൽസ് വാങ്ങുക. കറക്റ്റ് 30 രൂപയുടെ ഉള്ളിലാണ് 2 ഗുഡ്സ് വാങ്ങുമ്പോൾ വരാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറം നമുക്ക് അങ്ങോട്ട് ഗുഡ്സുകൾ വാങ്ങാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഇതിപ്പോൾ ഒരു കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് 30 രൂപ വില വരെ വരുന്ന ഏത് ബണ്ടിൽസ് വേണമെങ്കിലും വാങ്ങാനായിട്ട് സാധിക്കും. ഇതേപോലെ കൺസംഷൻ ബണ്ടിൽസ് ഏതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഒരു 11 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡും അതുപോലെ ഈ ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും TPAP, ഇൻവെസ്റ്റ്മെൻറ്റ്, MPS, MPSC, പിന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറുകൾ, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. എല്ലാ പ്രോബ്ലംസും പഠിക്കുക. മെയിൻ ആയിട്ടുള്ള ഈ പ്രോബ്ലംസിലൂടെ കടന്നു പോവുക. ഇതേ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇക്വേഷൻസ് പഠിക്കുക, തെറ്റാതെ എഴുതുക, കാൽക്കുലേറ്ററെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.